നമസ്കാരം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഫുൾ ബെഞ്ച് എന്നീ ബെഞ്ചുകളുണ്ട്. സിംഗിൾ ബെഞ്ച് എന്നാൽ അവിടെ കേസ് കേൾക്കുന്നത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജ് മാത്രമായിരിക്കും. എന്നാൽ ഡിവിഷൻ ബെഞ്ചിൽ കേസ് പരിഗണിക്കുന്നത് ആരാണെന്നോ ബഹുമാനപ്പെട്ട 2 ജഡ്ജസ് ഉണ്ടാകും. ഇനി ഫുൾ ബെഞ്ചാകട്ടെ മിനിമം 3 ജഡ്ജസ് വേണം. ബഹുമാനപ്പെട്ട 3 ജഡ്ജസാണ് കേസ് പരിഗണിക്കുക. 3 എന്നുള്ളത് 5 വരെയും ആകാം. ഇനി വേറെ ഒരു സംശയം എല്ലാവർക്കും ഉള്ളത്, സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ചുണ്ടോ? അവിടെ ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി മാത്രം കേസ് പരിഗണിക്കുമോ? ഇല്ല എന്നാണ് ഉത്തരം. മിനിമം ബഹുമാനപ്പെട്ട 2 ജഡ്ജസ് ഉണ്ടാകണം സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുവാൻ. ഇനി നോക്കുക, ഭരണഘടനാ ബെഞ്ച് എന്ന് നിങ്ങൾ കേട്ടിരിക്കും. അവിടെ മിനിമം എത്ര ജഡ്ജസ് ഉണ്ടാകണം? ബഹുമാനപ്പെട്ട 5 ജഡ്ജസ് ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടാവണം. മിനിമം നമ്പറാണത്. ഇതൊക്കെ എനിക്ക് കിട്ടിയത്, ഈ അറിവൊക്കെ എനിക്ക് കിട്ടിയത് 1991 കേരള ഹൈക്കോർട്ടിൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുമ്പോഴാണ്. അന്ന് നിയമനോത്തരവിൽ ഞങ്ങൾക്ക് നൽകിയിരുന്ന ഒരു നിർദ്ദേശമുണ്ട്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ കേരള ഹൈക്കോർട്ട് ആക്ട് ആൻഡ് റൂൾസ് ടെസ്റ്റ് പാസ്സാകണം. അങ്ങനെ ഞങ്ങൾ 100-ൽ അധികം പേർ ആ ടെസ്റ്റ് എഴുതി. പക്ഷേ ടെസ്റ്റ് പാസ്സായത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. അന്ന് ടെസ്റ്റിന് മേൽനോട്ടം വഹിച്ച ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി രജിസ്ട്രാർ ശിവദാസൻ സാർ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. വളരെ പേർ ഈ ടെസ്റ്റ് എഴുതി, പക്ഷേ പാസ്സായവരുടെ ശതമാനം കുറവാണ്. ഇങ്ങനെ ആയാൽ പറ്റില്ല. നിങ്ങൾ കുറച്ചുകൂടി ഗൗരവമായി ഇത് കണക്കാക്കണം. ഞാനും ആ ടെസ്റ്റ് പാസ്സായ ആദ്യ ബാച്ചിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വരികയാണ്. ജഡ്ജ്മെൻറ്റ്സ് വായിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് വിരസത തോന്നാം. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷമവുമില്ല. ജഡ്ജ്മെൻറ്റ് വായിക്കാൻ പഠിച്ചാൽ നിങ്ങളൊരു നല്ല വക്കീലാകും. ഓക്കെ, ഇനിയും ഇതുപോലെയുള്ള ചെറിയ ടിപ്പുകളുമായി നമുക്ക് കാണാം. താങ്ക്സ്.